അഭിപ്രായത്തില് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഒരു മാന്യനായ ആള്. വി ഡി സതീശൻ ഇപ്പോഴല്ലേ വന്നത്, അതുകൊണ്ട് രമേശ് ചെന്നിത്തല വലുതായിരിക്കും നല്ലത്. ഇത്രയും എനിക്ക് ഇഷ്ടം വി ഡി സതീശനാണ്. അത് ഹീ സ്ട്രേറ്റ് ഫോർവേഡ്. എന്റെ അഭിപ്രായത്തിൽ വി ഡി സതീശൻ തന്നെ വരുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല. ശശി തരൂരും മാത്രമേ ഇത്തിരി കഴിവുള്ള ആളല്ല, ബാക്കി മറ്റങ്ങളൊക്കെ വെറും ഇടിവെട്ടുകളാണ്. ഇത് അടിച്ചു തീർക്കേണ്ട വിഷയമാണ് അത്. ഇപ്പൊ ഇത് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും അവരെ തമ്മിൽ ഇടിയായിരിക്കുള്ളൂ. കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമോ? മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണ തുടർച്ച കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മള് ചെന്നിത്തലായിരിക്കാൻ സാധ്യത. അതങ്ങനെ സാധ്യത നിൽക്കുന്ന അങ്ങനെ ഒരു കണ്ടീഷനിലാണ്. അങ്ങനെ മനസ്സിലായോ? അങ്ങനെ വേറെ ഒന്നുമില്ല, ചെന്നിത്തലാണ് സാധ്യത. അതാണ്. അപ്പൊ ഏത് ഗവൺമെന്റ് ഒന്നും കണക്കാണ് പറയാം. നൂറ്റുണ്ടാവും, നൂറ്റിലത് ഗവൺമെന്റ് ഇല്ല, എല്ലാവരും കണക്ക്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പക്വതയുള്ള ഒരു ദീർഘവീക്ഷണമുള്ള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയാണ് ആണ് സാധ്യത. മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള 100% ഉറപ്പാണ്. ഉമ്മൻചാണ്ടി സാറ് പോയി ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയുള്ളത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തല സാറാണ്. ശശി തരൂർ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കണം എന്നല്ല, കേരളത്തിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല. അത് ഒരു വിശ്വപൗരൻ എന്ന നിലയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും കെ മുരളീധരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ചോയ്സ് വരുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ നല്ലൊരു സാമ്പത്തിക വിദഗ്ധനാണ്. ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം കൊടുത്ത് അങ്ങനെ അല്ല, കെ സുധാകരൻ ഇത്തരം പ്രായമായില്ലേ. ഇപ്പോൾ പിന്നെ KPCC പ്രസിഡന്റായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. അപ്പോൾ ഇത്രയും പ്രായമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായവും ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടിട്ട് AICCയിൽ ഒരു പിന്നെ AICC സെക്രട്ടറിയോ ഒരു അല്ല KC വേണുഗോപാൽ അടുത്ത പിന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുത്ത ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി എന്ന നിലയിൽ കേരളത്തിന് അഭിമാനിക്കാം. ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, സംസാരിക്കാൻ കഴിവുള്ള ആളാണ്, കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന വ്യക്തിയാണ്. ശശി തരൂരിന് സമയമില്ലല്ലോ. പുള്ളിക്കാരന് ഇവിടെ അല്ല, ഇംഗ്ലണ്ടിൽ ജനിച്ച് വളർന്ന ആളല്ലേ. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് മാറി. തീർച്ചയായിട്ടും അദ്ദേഹം കാര്യങ്ങളെല്ലാം നടപടികൾ സ്വീകരിക്കും, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഒരു മാന്യനായ ആള് മുഖ്യമന്ത്രിയാവാൻ. വേറെ അങ്ങേരൊരു സംസാരത്തിലും പ്രവൃത്തിയിലൊക്കെ വളരെ മിതത്വം പാലിക്കുന്ന ഒരു മാന്യനായ ആളാണ്. അതുകൊണ്ടാണ് അവരെ ഞാൻ പരിഗണിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ ഇനി അടുത്ത ഭരണം LDF ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിയില്ല. രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ടൈമിൽ, അതായത് മുമ്പ് കോൺഗ്രസിൻ്റെ സമയത്ത് ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു. അതായത് ആൾ മന്ത്രിയായിട്ട് ഇരുന്നിട്ട് ആൾക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ കുറേ അറിയാം. വി ഡി സതീശൻ ഇപ്പോഴല്ലേ വന്നത്, അതുകൊണ്ട് രമേശ് ചെന്നിത്തല വലുതായിരിക്കും നല്ലത്. മുഖ്യമന്ത്രി യോഗ്യതയുള്ളവര് മിക്കവരും വി ഡി സതീശനും രമേശ് ചെന്നിത്തല ഒക്കെ യോഗ്യതയുള്ളവരാണ്. അല്ല, എനിക്ക് അവർ രണ്ടുപേരെ ഇഷ്ടമാണ്. ആരായാലും ഒരാൾക്കേ ആകാൻ പറ്റുള്ളൂ. നമുക്ക് അതിപ്പോ തമ്മിൽ ഇപ്പൊ ഇത്രയും എനിക്കിഷ്ടം വി ഡി സതീശനാണ്. അത് ഹീ സ്ട്രേറ്റ് ഫോർവേഡ്. യെസ്, വെരി ഓണസ്റ്റ്. ഇപ്പൊ അവർ തമ്മിൽ തല്ലി കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആര് ചെയ്യുന്നത് എനിക്കാണെന്നുള്ളത് ഞാൻ, മറ്റാക്കാണെന്ന് അയാൾ. അവര് എന്റെ അഭിപ്രായത്തിൽ വി ഡി സതീശൻ തന്നെ വരുള്ളൂ. അത് സംബന്ധിച്ച് നല്ല അഭിപ്രായമുണ്ട് ആ സൈഡിലൊക്കെ എന്നുള്ള ഉദ്ദേശം എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടില്. പിന്നെ കോൺഗ്രസ് വരുമായിരുന്നു, പക്ഷെ കോൺഗ്രസിനെ തല്ലുകൊടുത്തോളൂ. സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല കഴിവുള്ള മനുഷ്യനാണ്. വി ഡി സതീശൻ പോരാ, രമേശിനെ പോരാ. വി ഡി സതീശൻ ശശി തരൂരും രമേശിനെ പോലെ ഒരു ഏബിൾ ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മുടെ കേരളം നന്നാവും. ശശി തരൂർ മോശമാണെന്നല്ല പറയുന്നത്, നല്ലത് തന്നെ. പക്ഷെ ഇത്ര ഏബിള് രമേശ് ചെന്നിത്തല തന്നെയാണ്. വ്യത്യാസം അങ്ങേര് മാത്രമേ ഉള്ളൂ ഇപ്പൊ പറയാൻ പറ്റിയ ആള്. ശശി തരൂര് മാത്രമേ ഇത്തിരി കഴിവുള്ള ആളല്ല, ബാക്കി മറ്റങ്ങളൊക്കെ വെറും ഇടിവെട്ടുകളാണ്.
ഇപ്പോഴത്തെ കണ്ടീഷനിൽ സതീശൻ തന്നെയാണ്. നല്ലത് തോന്നുവെച്ചാൽ ഇപ്പോഴത്തെ പെർഫോമൻസ് കൊണ്ടിട്ട് ഒരു കുഴപ്പം കാണുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ യോഗ്യത പറയാൻ പറ്റിയ ആരുമില്ല, വരാൻ ചാൻസ് ഇല്ലല്ലോ, പിന്നെ യോഗ്യത പറയേണ്ട കാര്യം. ശശി തരൂരാണെങ്കിൽ പിന്നെ പറയാനുള്ളത്, ബാക്കിയൊക്കെ കണക്കാണ്. ശശി അവര് തമ്മിൽ തന്നെ ഇടിയാണ്, പിന്നെ ആര് വരുമെന്ന് ഉള്ളത് അവര് തമ്മിൽ അടിച്ചു തീർക്കേണ്ട വിഷയമാണ് അത്. ഇപ്പൊ ഇത് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും അവര് തമ്മിൽ ഇടിയായിരിക്കുള്ളൂ. ആര് ഉദ്ദേശിക്കുന്നു അവര് വരണമെന്ന് ഒരുത്തനെ വെട്ടിവരുത്തം വരാനുള്ള ഉദ്ദേശമായിരിക്കും അവര്. രമേശ് ചെന്നിത്തല ആയാലും VD സതീശനായാലും വീഡിയോ കണ്ടില്ലേ, അതൊക്കെ തന്നെയാണ് UDF നടക്കുന്നത്. പിന്നെ ആര് മുഖ്യമന്ത്രി ആരാണ് അതിൻ്റെ അത്? മുഖ്യമന്ത്രി അങ്ങനെ അബദ്ധവശാൽ അവര് ജയിച്ച് അങ്ങനെ സ്ഥാനത്ത് വന്നാൽ തന്നെ തറക്കും ഇടിയായിരിക്കുമല്ലോ അവിടെ. അപ്പൊ അതുകൊണ്ട് UDF-ന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. UDF-ന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട. അടുത്ത 3-ാമത്തെ വർഷം ഇവിടെ LDF പിണറായി സർക്കാർ 3-ാമതും വരും, ഒരു സംശയമില്ല അതിനകത്ത്. വരുത്തും. അത് നിങ്ങളത്തെ ചാനലുകളും നമ്മുടെ സാധാരണ ചാനലുകളൊക്കെ നോണകളെ എത്ര പടച്ചു വിട്ടാലും കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി. വികസനങ്ങളും നമുക്ക് എന്തോരം വികസനങ്ങളും കേരളത്തിൽ വന്നു, എന്തൊക്കെ വന്ന് ഗെയില് പറഞ്ഞു കൊടുത്താൽ എന്ത് വികസനങ്ങളൊക്കെ. അരൂർ പാലം തന്നെ നോക്കിയാൽ മതി, ലോകത്തിലെ ഏറ്റവും വലിയ പാലം എന്നാണ് അറിയപ്പെടുന്നത് അരൂർ പാലം. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ? UDF അത് ഭരിക്കുമ്പോ വരില്ല എന്ന് പറഞ്ഞിരുന്ന പാലമാണത്. അതും അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ? UDF-ൽ ആരെയും അവര് തല്ലുപിടിച്ച് ഏത് കസേരയിലും ആരെങ്കിലും ഒരു ഉറപ്പിക്കട്ടെ. ആരെഴുതിട്ടും കാര്യമില്ലല്ലോ ഇതില്. ഇരുന്നിട്ടുള്ള കാലങ്ങളെല്ലാം ഇവിടെ കേരളം കട്ട് മുടിക്കൽ മാത്രമല്ലാണ്ട് ആരെഴുന്നിട്ട് എന്ത് ഗുണം? വല്ല ഗുണമുണ്ടോ? ജനങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? വല്ല വികസനങ്ങൾ ഉണ്ടായിട്ടോ? നിങ്ങൾ ഉണ്ടായ വികസനങ്ങൾ നിങ്ങളൊന്നും പറ, അപ്പൊ അതിനോട് ഞങ്ങൾ അംഗീകരിക്കാം. എന്നിട്ട് എന്താ നടപ്പാക്കാൻ പറ്റാ? നീ എന്തുകൊണ്ട് അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച നടപ്പാക്കാനും ഒരു കാര്യം സംഭവം ചെയ്തോളാന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ചെയ്തോളാന്നും പറഞ്ഞ് അല്ല, ഒരു കാര്യം ചെയ്തോളാന്നും പറഞ്ഞ് വാർത്തയിലൂടെ പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നടപ്പാക്കുന്നില്ല കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ VD സതീശൻ തന്നെയാണ്, വേറെ ആരും എനിക്ക് തോന്നണില്ല. കാരണം അയാളാണ് ഇപ്പൊ എല്ലാത്തിനും മുൻപന്തി നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് പറയണത്. ചാൻസ് ഇല്ല എന്നല്ല, ഒരു ചാഞ്ചാട്ടം നിൽക്കുന്ന ഒരാൾക്കും എങ്ങനെ ചാൻസ് കിട്ടുന്നത്? അങ്ങനെ അത് തന്നെയാണ്, അല്ലാണ്ട് വേറെ എന്താണ്. ഓക്കെ, വെൽക്കം. UDF-ന്റെ മുഖ്യമന്ത്രി മുരളീധരനാണ്. അദ്ദേഹം എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു നേതാവാണ്. മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പക്വത കൊണ്ട് പുറത്തോട്ടും പോകും, ചിലപ്പോൾ അതേപോലെ തിരിച്ചും വരും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു നേതാവ്. ജനസനത്തിലേക്ക് ചാൻസ് ഉണ്ടാവും ചോദിച്ചാൽ ഇല്ലെന്ന് പറയുള്ളൂ. VD സതീശൻ പോരാ. പോരായ്മ എന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് ചെയ്യൂല, കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള പക്വതയില്ല. ഇല്ല. എൻ്റെ അഭിപ്രായം ആൾക്കാരോട് സംസാരിക്കാനായിട്ട് ഒരു കഴിവ് VD സതീശൻ. പറയാൻ പറ്റില്ല. എല്ലാവരും അതുകൊണ്ടാണ് UDF-ന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. എല്ലാവരും അധികാരമോഹികളാണ്, അതുകൊണ്ടാണ് പ്രശ്നം. എല്ലാവരും നല്ല അഭിപ്രായക്കാരാണ്. VD സതീശൻ വരണം, എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളുണ്ടാവും. അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അവർ ആധികാരികമായിട്ട് ഒരാളെ നിർത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ആഗ്രഹം പറയാൻ പറ്റില്ല, കാരണം ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് ഒരാളെ പറ്റി എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ, UDF വരികയാണെങ്കിൽ UDF നന്നായിട്ട് കാണണം. ഇവരൊരു സപ്പോർട്ടിങ്, അതായത് ആധികാരികമാണ് ഏറ്റവും പ്രശ്നം. അധികാരം കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് മാറ്റിവെച്ച് ഒരാളിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ UDF വരും. UDF അങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട്. ഇപ്പം പിണറായി വിജയനെ തന്നെ നിലനിർത്താൻ കാരണം എന്താ? വിജയൻ അല്ലെങ്കിൽ ഇപ്പോൾ വയസ്സ് ആയി, എന്നിട്ട് ആളെ നിർത്താൻ കാരണം എന്താ? അയാൾ നല്ല ഒരു ചങ്കുറ്റുള്ളൊരു മുഖ്യമന്ത്രി എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അത് നമുക്ക് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനത്തെ രാഷ്ട്രീയം ഇപ്പോഴത്തെ ഇതിലൊന്നും മാറില്ല. ഇപ്പൊ ജനങ്ങളിൽ കാശില്ല, ആരൊക്കെ വന്നാലും കാശ് ഉണ്ടാക്കണ പണി വേണം, അതാണ്. അല്ലാണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ വേണ്ട ജനങ്ങളിൽ കാശ് വേണം, അതുണ്ടെങ്കിലാണ് എല്ലാം മുമ്പോട്ട് പോവുള്ളൂ. വീട്ടു ചെലവിന് കുറവൊന്നുമില്ലല്ലോ. വീട്ടു ചെലവിന് കുറവുണ്ടാ? കറണ്ട് കാശ് ഇട്ട് നിങ്ങൾ അപ്പോൾ കട്ട് ചെയ്യും, വെള്ളത്തിൻ്റെ കാശ് ഇട്ട് നിങ്ങൾ കട്ട് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് കച്ചവടക്കാരനെ സംബന്ധിച്ച്
കാശുണ്ടാകണം, കച്ചവടം വേണം, എല്ലാവർക്കും ജീവിക്കണം. ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ജീവിക്കണം. കച്ചവടമില്ല. കോൺഗ്രസ് വന്നാൽ അടിപൊളിയാവും. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ അടിപൊളിയായിരിക്കും? അതിനെ പറ്റി എനിക്കറിയില്ല. മുരളീധരൻ, ആവാ സതീശൻ? ആവാ.